മയ്യനാട് സി കേശവൻ മെമ്മോറിയൽ ഗവൺമെന്റ് ആശുപത്രിക്ക് മുന്നിൽ ധർണ നടത്തി. ഇരവിപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ. തകർന്നു വീഴാറായ ആശുപത്രി കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് ധർണ നടത്തിയത്. മയ്യനാട് സി കേശവൻ മെമ്മോറിയൽ ഗവൺമെന്റ് ആശുപത്രിയിലെ തകർന്നു വീഴാറായ കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇരവിപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. KPCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് ഷാനവാസ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. പ്രസംഗത്തിലൂടെ സമരത്തിന് ആധാരമായ വിഷയങ്ങളെ പ്രതിപാദിച്ചുകൊണ്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും സമരനായകനുമായ ശ്രീ M. നാസർ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞിരിക്കുക. സംസ്ഥാനത്തെമ്പാടുമുള്ള ആശുപത്രികൾ, സർക്കാർ ആശുപത്രികളിൽ മെഡിക്കൽ കോളേജുകൾ തൊട്ട് ഫാമിലി മെഡിക്കൽ സെന്റർ വരെയുള്ള ആശുപത്രികളുടെ മുന്നിലേക്ക് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ ഇന്ന് മാർച്ചും പ്രതിഷേധ യോഗങ്ങളും നടത്തുകയാണ്. അതിനാസ്പദമായ വിഷയം കോട്ടയത്ത് ഗവൺമെന്റ് ആശുപത്രിയുടെ കെട്ടിടം തകർന്നു വീണ് ബിന്ദു എന്ന് പറയുന്ന വെറും 32 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവതി മരണമടയുവാനുള്ള സാഹചര്യമുണ്ടായപ്പോൾ അതിനെ കേവലം ഒരു യാഥാർത്ഥിക സംഭവമായിട്ടോ അതല്ലെങ്കിൽ ഒരു സ്വാഭാവിക സംഭവമായിട്ടോ ഒക്കെ കാണുവാൻ മാത്രമേ അതിന്റെ ഭരണാധികാരികൾ ആദ്യം തയ്യാറായുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ ഒരു വിഷയം. M. നാസർ അധ്യക്ഷത വഹിച്ചു. RS KB ഷഹാൽ, ഹേമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആ മേഖലയാകെ താറുമാറാക്കിയിരിക്കുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിലെ ഏത് മെഡിക്കൽ കോളേജ് എടുത്ത് പരിശോധിച്ചാലും ഇന്ന് അവിടെ ചെല്ലുന്ന OP വിഭാഗത്തിലുള്ള രോഗികൾ മരുന്ന് കിട്ടാതെയും ഡോക്ടർമാരെ കാണാൻ കഴിയാതെയും തിരിച്ചു പോകുന്ന കാഴ്ച ഇന്ന് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലെയും ഒരു നിത്യ സംഭവമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ കോവിഡ് കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ കോവിഡിനെ ഒന്ന് ശ്രദ്ധിച്ചത് മനുഷ്യന്റെ ഡേറ്റ വെച്ച് കാശ് വാങ്ങുവാനും അതിന് വാങ്ങുന്ന മെഡിക്കൽ ഉൽപ്പന്നങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ കമ്മീഷൻ വാങ്ങുവാനും വേണ്ടി മാത്രമാണ് അന്ന് ഈ മെഡിക്കൽ രംഗത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒന്ന് ശ്രദ്ധിച്ച് കോടി രൂപ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോക്കറ്റിലിടാൻ വേണ്ടിയായിരുന്നു എന്ന് പിൽക്കാലത്തെ കണക്കുകളും മറ്റു കാര്യങ്ങളുമൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോൾ നമുക്ക് കാണുവാൻ കഴിഞ്ഞ കാഴ്ചയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.